അതായത് ശ്രീ മമ്മൂട്ടി വന്നത് അവിടെ ഒരു CPM-ന്റെ നേതാവിനെ കാണാൻ വന്നതല്ല. അദ്ദേഹം ടി സിദ്ദീഖ് MLA അറിയിച്ചിട്ടില്ല. അദ്ദേഹം പത്രമാധ്യമ പ്രവർത്തകരെ അറിയിച്ചിട്ടില്ല. തികച്ചും സ്വകാര്യ സന്ദർശനം. അപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയോട് മാറി നിൽക്കാൻ പറഞ്ഞത്? ആ CPM-ന് വേണ്ടിയല്ല വന്നതോ എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിയത് അദ്ദേഹം. 800 കോടി രൂപയാണ് ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് സമാഹരിച്ചത്. അവിടെ കേവലം എത്ര വീടാ നൽകിയത്? നമസ്കാരം. CPM-കാരോട് ഇടപെടുമ്പോൾ ഒരൽപ്പം സൂക്ഷിക്കണം എന്ന് പറയുന്നത് വെറുതെയല്ല. ഇക്കഴിഞ്ഞ ദിവസം വരെ അവർക്കേറെ പ്രിയപ്പെട്ടവനായിരുന്ന മഹാനടൻ മമ്മൂട്ടി ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് കേരളത്തിലെ ബഹുഭൂരിപക്ഷം CPM-കാർക്കും വെറുക്കപ്പെട്ടവനായി എന്നുള്ളതാണ് ഏറെ രസകരമായ ഒരു കാര്യം. കഴിഞ്ഞ ദിവസം വയനാട് ടൗൺഷിപ്പ് കാണുന്നതിന് വേണ്ടി അദ്ദേഹം എത്തിച്ചേരുന്ന സന്ദർഭത്തിൽ CPM-ന്റെ വയനാട് ജില്ലാ സെക്രട്ടറിയോട് അദ്ദേഹം നടത്തിയ ഒരു പരാമർശമാണ് ഇത്തരത്തിൽ മുഴുവൻ CPM-കാർക്കും അദ്ദേഹം അനഭിമതനാവാനുള്ള കാരണമെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് മമ്മൂട്ടിക്ക് ഇത്തരത്തിൽ ഒരു സൈബർ ആക്രമണം നേരിടേണ്ടി വന്നത്? ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് DCC ജനറൽ സെക്രട്ടറി ഷാജിർ റാഫത്താണ്. മമ്മൂട്ടി കഴിഞ്ഞ ദിവസം വരെ CPM-കാർക്ക് വിശുദ്ധനായിരുന്നു. ഇപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു എന്താ പറയാ പ്രതിഷേധമാണ് CPM അണികൾ മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലും കമന്റിലൊക്കെ നടത്തുന്നത്. എന്തായിരിക്കും ഇതിന്റെ കാരണം? മമ്മൂട്ടി ആരാ? ഇന്ന് കൈരളി ചാനലിന്റെ ചെയർമാനാണ്. അതിലുപരി പത്മശ്രീ മമ്മൂട്ടി, പത്മഭൂഷൺ മമ്മൂട്ടി, ഭരത് മമ്മൂട്ടി. അദ്ദേഹം മഹാനടനാ. അദ്ദേഹം വയനാട് വന്നതെങ്കിൽ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം 20 ലക്ഷം നൽകി. അദ്ദേഹത്തിന്റെ മകൻ ദുൽഖർ സൽമാൻ 15 ലക്ഷം രൂപയും നൽകി. 35 ലക്ഷം രൂപ ഈ ഗവൺമെന്റ്, അതായത് പിണറായി ഗവൺമെന്റ് പൊതുസമൂഹത്തിൽ നിന്നാണ് 800 കോടി രൂപയാണ് ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് സമാഹരിച്ചത്. അവിടെ കേവലം എത്ര വീടാ നൽകിയത്? 178 വീട്. അപ്പം പുള്ളി വന്നത്, അതായത് ശ്രീ മമ്മൂട്ടി വന്നത് അവിടെ ഒരു CPM-ന്റെ നേതാവിനെ കാണാൻ വന്നതല്ല. അദ്ദേഹം CPM-ന്റെ പരിപാടിക്കും വന്നതല്ല. അദ്ദേഹം ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് ദുരിതം അനുഭവിച്ചവർ, എല്ലാം നഷ്ടപ്പെട്ടവർ, അവർക്ക് ഈ സർക്കാർ ഈ പൊതുസമൂഹത്തിൽ നിന്ന് സമാഹരിച്ച 800 കോടിയിൽ നിന്ന് 758 കേവലം 758 വീട് നിർമ്മിച്ച് ടൗൺഷിപ്പ് നിർമ്മിച്ചപ്പോൾ ആ ടൗൺഷിപ്പ് കാണുന്നതിന് വേണ്ടി, അവരുടെ സന്തോഷത്തിന്റെ ഭാഗമാകുന്നതിന് വേണ്ടിയാണ് മമ്മൂക്ക അങ്ങോട്ട് കടന്നു വന്നത്. അവിടെ നമ്മുടെ MLA ഉണ്ടോ? ടി സിദ്ദീഖ് MLA ഇല്ലല്ലോ. അദ്ദേഹം ടി സിദ്ദീഖ് MLA അറിയിച്ചിട്ടില്ല. അദ്ദേഹം പത്രമാധ്യമ പ്രവർത്തകരെ അറിയിച്ചിട്ടില്ല. തികച്ചും സ്വകാര്യ സന്ദർശനം. അദ്ദേഹം അവരോട് ഒരു സന്തോഷത്തിൽ, ആ ടൗൺഷിപ്പിൽ താമസിക്കുന്നവരുടെ ദുരിതം അനുഭവിച്ച് എല്ലാം നഷ്ടപ്പെട്ടവരുടെ സന്തോഷത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മാത്രം സ്വകാര്യ സന്ദർശനം. അപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയോട് മാറി നിൽക്കാൻ പറഞ്ഞത്? ജനാധിപത്യ മൂല്യബോധമുള്ള നടനാണ് ശ്രീ മമ്മൂട്ടി. അദ്ദേഹത്തിന് അറിയാം എന്താണ് CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു വീട് പോലും നിർമ്മിച്ച് നൽകിയിട്ടില്ല എന്ന് ഉത്തമ ബോധമുള്ളത് കൊണ്ടാണ് അദ്ദേഹം CPM-ന്റെ ജില്ലാ സെക്രട്ടറിയോട് പറഞ്ഞത്. എന്താ? വളരെ മാന്യമായിട്ടാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? നിങ്ങൾ എപ്പോഴും എന്തിനാണ് എന്നോടൊപ്പം നടക്കുന്നത് എന്ന്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കുകയില്ലേ എന്ന് മാന്യമായിട്ടല്ലേ പറഞ്ഞത്. എന്നാൽ പിണറായി വിജയൻ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് എന്താ? കടക്ക് പുറത്ത് എന്നാണ്. ആ ശൈലിയിലാണോ പറഞ്ഞത്? അദ്ദേഹം CPM-ന് വേണ്ടിയിട്ടല്ല വന്നത്. അപ്പൊ ആ CPM-ന് വേണ്ടിയല്ല വന്നതോ എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിയത് അദ്ദേഹം. അതോടൊപ്പം തന്നെ ഇവർ സൈബർ അറ്റാക്ക് നടത്തുന്നത് ആരെയാ? അവരെ കൈരളി ചാനൽ ആരുടെ ചാനലാ? ആ ചാനലിന്റെ ചെയർമാനെ ഇവർ വിടുന്നില്ല. പിന്നെ എന്താ സ്ഥിതി? അപ്പൊ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അതിനകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ജില്ലാ സെക്രട്ടറി മെഗാസ്റ്റാറിനെക്കാളും മേലെയാണെന്നാണ് പറയുന്നത്. ഞാൻ ചോദിച്ചു നോക്കട്ടെ. ഞാൻ നിങ്ങളോട് അതാ ഞാൻ പറഞ്ഞത്. ഒരു വീട് നിർമ്മിച്ച് നൽകാത്ത ജില്ലാ സെക്രട്ടറി എന്ത് ജില്ലാ സെക്രട്ടറിയാ? അവർ പറഞ്ഞ സർക്കാർ നിർമ്മിച്ച് നൽകിന. ഞങ്ങൾ ഉൾപ്പെടെ, ഞങ്ങളെ MLA-മാർ ഉൾപ്പെടെ, ഞങ്ങളെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഈ സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയിട്ടില്ലേ?
നമ്മളെ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം കർണാടക ഗവൺമെന്റ് 10 കോടി രൂപ കൊടുത്തു. അങ്ങനെ 800 കോടി രൂപ സമാഹരിച്ചിട്ട് 178 വീട് മാത്രമാണ് ഇവർ നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. അപ്പം ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ദുരുപയോഗം ചെയ്യുന്നതിനായി ഈ മഹാനടന്റെ സന്ദർശനം ദുരുപയോഗം ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ഇവർ ഈ ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തെ കാറിൽ നിന്ന് ഇറങ്ങിയ മുതൽ അദ്ദേഹത്തോടൊപ്പം നിന്ന് മീഡിയ അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം അതല്ല ചെയ്യേണ്ടത്. അവർ വീടുണ്ടാക്കി നിർമ്മിച്ച് നൽകട്ടെ. മഹാനടനേക്കാളും മേലെ എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സൈബർ പോരാളികൾ പറയും. പത്മശ്രീനേക്കാളും മേലെയാണോ ഈ ജില്ലാ സെക്രട്ടറി? പത്മഭൂഷൺ ജേതാവായിട്ടുള്ള മമ്മൂട്ടിയേക്കാൾ മേലെയാണോ ഈ ജില്ലാ സെക്രട്ടറി? ഭരത് മമ്മൂട്ടിയേക്കാൾ മുകളിലാണോ ഈ ജില്ലാ സെക്രട്ടറി? അദ്ദേഹം വളരെ മഹാനടന ജനപ്രീതി അഭിനയ മികവ് കൊണ്ട് അദ്ദേഹം ജനപ്രീതി നേടിയ നടന അതിന് മേലെയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് പറയാനാ ഇവരോട്? അപ്പൊ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലൊന്നും നിങ്ങൾ മമ്മൂട്ടിയുടെ അക്കൗണ്ട് ഒന്നും ചൂണ്ടിക്കാണിക്കണ്ട എന്ന് കൃത്യമായി അദ്ദേഹം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിയത്.